ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് മെത്തഡോളജീസ് പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിനകത്തുള്ള വേറൊരു മെത്തേഡാണ് ഫോൾട്ട് ട്രീ അനാലിസിസ്. ഫോൾട്ട് ട്രീ അനാലിസിസ് അല്ലെങ്കിൽ FTA is a deductive approach for resolving an undesired event back to its causes. അതായത് നമുക്ക് അൺഡിസൈർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റിസ്കിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട്, അതായത് പ്രത്യേകിച്ച് നമ്മൾ ഡിസയർ ചെയ്യാത്ത, നമ്മൾക്ക് വരില്ല എന്ന് തോന്നുന്ന രീതിയിൽ, പക്ഷെ നമുക്ക് ഒരുപാട് ഇമ്പാക്ട്സ് നമ്മൾ നോട്ട് ചെയ്യുമ്പം അതിനകത്ത് അൺഡിസയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എഫക്റ്റിനെ അല്ലെങ്കിൽ റിസ്കിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ ഫോൾട്ട് ട്രീ അനാലിസിസ് എന്ന് പറയുക. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി അപ്ലൈഡ് ടു റിസ്ക് അസസ്മെൻറ്റ്. റിസ്ക് അസസ്മെൻറ്റിന് വേണ്ടിയിട്ടും ഏതൊക്കെ റിസ്ക് ഉള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനും, അൺഡിസൈഡ് ആയിട്ടുള്ള റിസ്ക്, ഡിസൈഡ് അല്ല അൺഡിസൈഡ് ആയിട്ടുള്ള റിസ്കിനെ ഒഴിവാക്കുന്ന മെത്തേഡാണല്ലോ ഇത്. സോ ഈ ഒരു മെത്തേഡ് നമുക്ക് എഫക്റ്റീവ് ആവുക റിസ്ക് അസസ്മെൻറ്റിൻ്റെ കേസിലും ആക്സിഡൻറ്റ് ഇൻസിഡൻറ്റ് അനാലിസിസിൻ്റെ കേസിലുമാണ്. ഈ FTA എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത് H. വാട്സൺ ആൻഡ് A. Mearns of Bell Laboratories in 1961 to evaluate the Minuteman launch control system. അങ്ങനെ ഒരു കൺട്രോൾ സിസ്റ്റം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1961 വാട്സണും മേൺസ് എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുകളുമാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. 32 FTA is the conversion of the failure behavior of a physical system into a visual form. അത് നിങ്ങൾ വിട്ടേക്കൂ. സോ ഫസ്റ്റ് നമ്മളതിൻ്റെ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഐഡൻറ്റിഫൈ ദ റിസ്ക് ഓർ അൺഡിസൈർഡ് ഇവൻറ്റ്സ്. ആദ്യം നമ്മൾ റിസ്കുകൾ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് ഈച്ച് ഐഡൻറ്റിഫൈഡ് ഇവൻറ്റ് ഇസ് റിസോൾവ്ഡ് ബാക്ക് ടു ഇറ്റ്സ് ഇമ്മീഡിയറ്റ് ആൻഡ് ബേസിക് കോസസ്. എന്നിട്ട് ഈ പറയുന്ന ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ഇവൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് കോസസ് റിസോൾവ്ഡ് ബാക്ക് ടു ഇറ്റ്സ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഈ റിസ്കിൽ എന്തൊക്കെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ടും ബേസിക് ആയിട്ടുള്ള കോസസ് എന്ന് നമ്മൾ കണ്ടുപിടിക്കും. ഇത് വെച്ചിട്ട് ഒരു ലോജിക് ഡയഗ്രാം ഇസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് ലോജിക്, ചില സിമ്പിൾസ് ഉപയോഗിച്ചിട്ട്, അതായത് ഈ കണ്ടുപിടിച്ചിരിക്കുന്ന റിസ്കുകളും അതിൻ്റെ കോസസും കൂടെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഒരു ലോജിക് ഡയഗ്രാം, ഓരോ ഇവൻറ്റിനും അതിൻ്റെ കോസിനും ഓരോ ലോജിക് സിമ്പിൾസ് ഉണ്ടാവും. ആ സിമ്പിൾസ് വെച്ചിട്ട് നമ്മളൊരു ഫോൾട്ട് ട്രീ അല്ലെങ്കിൽ ഒരു ലോജിക് ഡയഗ്രാം ബിൽഡ് ചെയ്യും. ഓക്കെ, ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് the constructed fault tree is then evaluated to quantify the failure probability. നമ്മൾ ഈ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഫോൾട്ട് ട്രീ അല്ലെങ്കിൽ ലോജിക് ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും ഏതൊക്കെയാണ് പ്രോബബിലിറ്റീസ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രോബബിലിറ്റീസ് ഉണ്ട് ഇന്ന കോസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഇന്ന കോസ് ഉണ്ടാവാതിരിക്കാൻ എന്നുള്ള ഒരു അനാലിസിസ് നമ്മൾ നടത്തും. സോ ഇതിനകത്ത് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ആൾജിബ്രിക് ഫങ്ഷൻസ്, ബൂലിയൻ ഫങ്ഷൻസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. An action plan is developed to reduce the occurrence of these identified risks. ഒരു ആക്ഷൻ പ്ലാനും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്തിന്? ഈ പറയുന്ന നമ്മൾ കണ്ടുപിടിച്ച ഐഡൻറ്റിഫൈഡ് റിസ്കിനെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ആക്ഷൻ പ്ലാനും കൊണ്ടുവരാം. നമ്മൾ ഈ റിസ്ക് അനാലിസിസ്, ഡ്രിങ്കിങ് വാട്ടർ സിസ്റ്റത്തിൻ്റെ റിസ്ക് അനാലിസിസ്, അല്ലെങ്കിൽ എന്താ പറയുക, പൊല്യൂഷൻ, വെഹിക്കുലർ എമിഷൻസിൻ്റെ പൊല്യൂഷൻ അനാലിസിസ് ചെയ്യാൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് സാധാരണയായിട്ട് FTA അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ FTA യൂസ് ചെയ്യുക. അപ്പോൾ FTA എന്ന് വെച്ചാൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ആദ്യം നമ്മൾ സ്റ്റെപ്സ്, നിങ്ങൾക്കിവിടെ സ്റ്റെപ്സ് കാണാം, ഇവിടെ തൊട്ടാണ് സ്റ്റെപ്സ് വരുന്നത്. എന്താ സ്റ്റെപ്സിൽ പറയുന്നത്? സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഫൈൻഡ് ഔട്ട് ദ അൺഡിസൈർഡ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ റിസ്ക്. അൺഡിസൈർഡ് ഇവൻറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇവൻറ്റ്സ് എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള റിസ്കുകൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ ഓരോ റിസ്കിലുള്ള കോസസ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. ഈ കോസസിനെയും ഇവൻറ്റ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിലൊരു ലോജിക് ഡയഗ്രാമിനകത്ത് എന്താണ്, ലോജിക് സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഫോൾട്ട് ട്രീ, അതിനെയാണ് നമ്മൾ ലോജിക് ഡയഗ്രാമിനെയാണ് ഫോൾട്ട് ട്രീ എന്ന് പറയുന്നത്. ഈ ഫോൾട്ട് ട്രീനെ പിന്നെ നമ്മൾ അതിനകത്തുള്ള പ്രോബബിലിറ്റീസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. ആ ഇവാലുവേഷന് വേണ്ടി നമ്മൾ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ആൾജിബ്രിക് ഫങ്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. ഓക്കെ,
എന്നിട്ട് ഫൈനലി നമുക്കിതിനൊരു ആക്ഷൻ പ്ലാനൊക്കെ ഉണ്ടാക്കാം. ഈ FTA നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണഗതിയിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഡ്രിങ്കിങ് വാട്ടർ സിസ്റ്റത്തിൻ്റെ റിസ്ക് അനാലിസിസിനും പൊല്യൂഷൻ, വെഹിക്കുലർ എമിഷൻ്റെ പൊല്യൂഷനുള്ള അനാലിസിസിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇൻ ബ്രീഫ്, FTA ഐഡൻറ്റിഫൈസ് വീക്ക്നെസ്സസ് ഇൻ ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തിനകത്തുള്ള വീക്ക്നെസ്സസ്, അതായത് നമ്മളൊരു പ്രൊജക്റ്റ് കൊണ്ടുവരുമ്പം അതിനകത്ത് എന്തൊക്കെ വീക്ക്നെസ്സുകളുണ്ട്, അതിൻ്റെ ഫെയിലിയറിൻ്റെ കോസസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ FTA യൂസ് ചെയ്യുക. സോ ബൈ യൂസിങ് ദിസ് FTA വി ക്യാൻ ഒപ്റ്റിമൈസ് ദ മാനേജ്മെൻറ്റ് ആക്ഷൻസ്. എങ്കിലും ഈ ഫോൾട്ട് ട്രീ അനാലിസിസിനും ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ്? FTA ക്യാൻ എംബ്രോയിൽ കോംപ്ലെക്സ് മാത്തമാറ്റിക്സ്. കോംപ്ലെക്സ് മാത്തമാറ്റിക്സ് ഒക്കെ നമുക്കിതിനകത്ത് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. ഹ്യൂമൻ റിസ്ക് ഒക്കെ വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. പിന്നെ സ്പെഷ്യലിസ്റ്റ് നോളേജ് വേണം. നല്ല സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള നോളേജും ഇതിന് ആവശ്യമാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് FTA. Now let's see what is event tree analysis. The evolution of event trees was necessitated as fault tree were often too large and complicated to compute. ഈ ഇവൻറ്റ് ട്രീ എന്ന് പറയുന്നത് ഈ ഫോൾട്ട് ട്രീ അനാലിസിസ് വളരെ കൂടുതലും കോംപ്ലിക്കേറ്റഡും ആയതിനാലാണ് ഈ ഇവൻറ്റ് ട്രീ ഇവോൾവ് ചെയ്യാൻ കാരണം. ഇതിന് നമ്മളൊരു പൈപ്പ് ലൈൻ റിസ്ക് അസസ്മെൻറ്റ് മെത്തേഡ് എന്ന് കൂടെ വിളിക്കും. ഇത് ഡെവലപ്പ് ചെയ്തത് 1974 അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു വെച്ചാൽ വാഷ് 1400 ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ സേഫ്റ്റി സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ പറയുന്ന ഇവൻറ്റ് ട്രീ അനാലിസിസ് ഇവോൾവ് ചെയ്തത്. FTA നമ്മൾ പറഞ്ഞു വേണ്ടാത്ത റിസ്കുകളെയൊക്കെ നമ്മളിങ്ങനെ കളഞ്ഞ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണെങ്കിൽ ETA അല്ലെങ്കിൽ ഇവൻറ്റ് ട്രീ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്. ആസ് ഇറ്റ് ഇൻഡ്യൂസസ് ദ കോൺസിക്വൻസ്, നമുക്ക് ഉള്ള റിസ്കുകളുടെ കോൺസിക്വൻസസിനെ ഇൻഡ്യൂസ് ചെയ്യിക്കുക. ഒരു ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്. അതിനെ ഡെഡ്യൂസ് ചെയ്യുന്നതിന് പകരം, അതൊക്കെ ഇങ്ങനെ ഡിഡക്റ്റ് ചെയ്ത് റിമൂവ് ചെയ്യുന്നതിന് പകരം, അതായത് നമുക്ക് വേണ്ടാത്ത റിസ്കുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഒരു കോസും അതിൻ്റെ ഇവൻറ്റും അത് റിസ്ക്കും കോസും കണ്ടുപിടിച്ച് അതിനെ അനാലിസിസ് അത് ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് പകരം ഇത് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഓക്കെ, ETA analysis the effect of system failure supposing an undesired event has occurred. സോ ഇതിനകത്തുള്ള ഫസ്റ്റ് സ്റ്റെപ്പുകൾ ഇവിടം തൊട്ടാണ് സ്റ്റെപ്പുകൾ വരുന്നത് കേട്ടോ. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ETA to identify the initiating events such as equipment failure and process malfunction. ആദ്യത്തെ ഇതെന്ന് വെച്ചാൽ ഇനീഷ്യേറ്റിംഗ് ഇവൻറ്റ്സ്, അതായത് എക്യുപ്മെൻറ്റിൻ്റെ ഫെയിലിയർ അല്ലെങ്കിൽ എന്തെങ്കിലും മാൽ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും. വീണ്ടും നമ്മൾ ഒരു ലോജിക് ഡയഗ്രാം, ഇവിടെ ആ ലോജിക് ഡയഗ്രാമിനെ വിളിക്കുക ഇവൻറ്റ് ട്രീ എന്നാണ്. അത് ജനറേറ്റ് ചെയ്യും. അതിന് ജനറേറ്റ് ചെയ്യാൻ ആദ്യം നമ്മളൊരു ഇവൻറ്റിനെ വെച്ച് തുടങ്ങും. എന്നിട്ട് അതിൻ്റെ ഡെവലപ്പിംഗ് ദ പോസിബിൾ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് വിച്ച് മേ ലീഡ് ടു പൊട്ടൻഷ്യൽ ആക്സിഡൻറ്റ്സ്. അതിൽ സാധ്യതകളുള്ള എല്ലാ പൊട്ടൻഷ്യൽ ആക്സിഡൻസിനെയും നമ്മൾ മാർക്ക് ചെയ്ത് പോകും. എന്നിട്ട് നമ്മൾ ആ തുടക്കം വെച്ച ആ ഇവൻറ്റിനെയും അത് കാരണം ഉണ്ടാവാൻ സാധ്യതയുള്ള നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള പൊട്ടൻഷ്യൽ ആക്സിഡൻസിനെയും തമ്മിലുള്ള പ്രോബബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യും. ആ പ്രോബബിലിറ്റി ചെക്ക് ചെയ്യുന്നത് അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ അങ്ങനത്തെ ഏതെങ്കിലും മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. എന്നിട്ട് അറ്റ് ലാസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാൻ നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇമ്പാക്റ്റ് അസസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്തും കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കിത് കോംപ്ലക്സ് പ്രോസസ്സിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് സാധ്യമല്ല. അതേപോലെ തന്നെ അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള നമ്മൾ കുറേ ഇവൻറ്റ്സ് ആദ്യം തന്നെ നമുക്ക് ഇനീഷ്യൽ ഇവൻ്റായിട്ട് കുറേ എണ്ണം കിട്ടാൻ സാധ്യതയില്ലല്ലോ. അപ്പം ചിലപ്പം നമുക്ക് തെറ്റായിട്ടുള്ള റിസ്ക്കാണ് നമ്മൾ ആദ്യം കണ്ടെത്തുന്നതെങ്കിൽ അതിലൂടെ കണ്ടുപിടിക്കുന്ന എല്ലാ തരത്തിലുള്ള കോസസും ഒക്കെ തെറ്റാനുള്ള സാധ്യതയുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ 3 ലിമിറ്റേഷൻസ്. ഓക്കെ, സോ ദീസ് ആർ ദ 5 ഡിഫറെൻറ്റ് ടൈപ്സ്: ഇവൻറ്റ് ട്രീ അനാലിസിസ്, ഫോൾട്ട് ട്രീ അനാലിസിസ്, മെട്രിക്സ്, സിമ്പിൾ ചെക്ക് ലിസ്റ്റ്, ഓവർലേസ്. ഇത്രയാണ് നമുക്ക് സിലബസിനകത്ത് പഠിക്കാനുള്ളത്. അതൊക്കെ നിങ്ങൾ പഠിക്കാം. ഇനി നെക്സ്റ്റ് വി വിൽ സ്റ്റഡി റോൾ ഓഫ് ആൻ എൻവയറമെൻറ്റൽ എൻജിനീയർ. ഒരു എൻവയറമെൻറ്റൽ എൻജിനീയറിൻ്റെ റോൾ എന്താണെന്നാണ് പഠിക്കുന്നത്. ഓക്കെ,
What are the role of an environmental engineer? Environmental engineers are concerned with assessing and managing the effects of human and other activity on the natural and built environment. നമ്മുടെ മനുഷ്യന്മാർ കാരണം എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവുന്നുണ്ടെന്നും അത് അസസ് ചെയ്യുകയും അതിനനുസരിച്ച് മാനേജ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു എൻവയറമെൻറ്റൽ എഞ്ചിനീയറിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. വിത്ത് സോ മച്ച് ഫോക്കസ് ഓൺ ബീങ് ഗ്രീൻ ആൻഡ് പ്രിസർവിംഗ് ദ എൻവയറമെൻറ്റ് ഫോർ അവർ ഫ്യൂച്ചേഴ്സ്, എൻവയറമെൻറ്റൽ എഞ്ചിനീയേഴ്സ് ആർ ബീങ് ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മളെ ഭൂമിയിലുള്ള പച്ചപ്പിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഗ്രീനറീൻ്റെ ആവശ്യം, കുറച്ചുകൂടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പല കാര്യങ്ങളും നമ്മൾ ഡേ ബൈ ഡേ ആവശ്യപ്പെടുകയാണ് അല്ലേ. നമുക്ക് എപ്പോഴും ആവശ്യം കുറച്ചും കൂടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളുടെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് എൻവയറമെൻറ്റൽ എഞ്ചിനീയേഴ്സിൻ്റെ ഡിമാൻഡും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എൻവയറമെൻറ്റൽ എഞ്ചിനീയർ സ്പെഷ്യലിസ്റ്റ് യൂസ് പ്രിൻസിപ്പിൾസ് ഓഫ് ബയോളജി, കെമിസ്ട്രി, ഇതെല്ലാം കൂടെ എൻവയറമെൻറ്റൽ പ്രോബ്ലത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ട് ബോത്ത് ബയോളജിയിലെയും കെമിസ്ട്രിയിലെയും പ്രിൻസിപ്പിൾസാണ് എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ എൻവയറമെൻറ്റൽ എഞ്ചിനീയേഴ്സ് യൂസ് ചെയ്യുക. Okay, and these workers are involved in matters such as recycling, നിങ്ങൾക്കറിയാം റീസൈക്ലിംഗ്, വേസ്റ്റ് ഡിസ്പോസൽ, വാട്ടർ ആൻഡ് എയർ പൊല്യൂഷൻ കൺട്രോൾ, പബ്ലിക് ഹെൽത്ത് ഇഷ്യൂസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന വർക്കേഴ്സ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, environmental engineers also research and try to minimize the effect of acid rain, global warming. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കുറച്ച് പോയിന്റ്സാണ്. ഇതിനൊക്കെ മിനിമൈസ് ചെയ്യാനും എൻവയറമെൻറ്റൽ എഞ്ചിനീയേഴ്സ് റിസർച്ച് നടത്തുന്നുണ്ട്. ഇനി അക്കോർഡിംഗ് ടു ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് BLSനനുസരിച്ച് എൻവയറമെൻറ്റൽ എഞ്ചിനീയേഴ്സ് കൺസിഡേഴ്സ് ദ എർത്ത്സ് നാച്ചുറൽ റിസോഴ്സസ് ബൈ അപ്ലൈയിങ് physical, biological and chemical principles to address local, regional and global environmental issues. സോ ഇത്തരത്തിലുള്ള ഇഷ്യൂസിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഫിസിക്കലിയും ബയോളജിക്കലിയും കെമിക്കലിയും ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എൻവയറമെൻറ്റൽ എഞ്ചിനീയേഴ്സ് എന്നാണ് BLS പറയുന്നത്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി അതായത് സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് ഈ എൻവയറമെൻറ്റൽ എഞ്ചിനീയേഴ്സ് ഓരോരോ പ്രൊജക്ട്സിലും ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. സം വിൽ ബി ഇൻ എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ മോണിറ്ററിങ് ആൻഡ് മിറ്റിഗേഷൻ, ചിലവർ ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് അവരുടെ ക്രിയേഷൻ അവരുടെ മെയിൻ്റനൻസിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാവുക. ചിലവർ എഫിഷ്യൻറ്റ് ഫ്യൂൽ മെത്തേഡ്സിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ മെയിൻ്റനൻസിനും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് എൻവയറമെൻറ്റൽ എഞ്ചിനീയേഴ്സ്, വെരി സിമ്പിൾ ടോപ്പിക്. And the last one is public participation. ഈ പബ്ലിക് പാർട്ടിസിപ്പേഷൻ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് സെക്കൻഡ് മോഡ്യൂളിലും ചോദിക്കാറുണ്ട്, ഇവിടെയും ചോദിക്കാറുണ്ട്. നിങ്ങളുടെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ മെത്തേഡ് ഈ എൻവയറമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൻ്റെ ആ ഒരു റോളിനകത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾക്കിത് എഴുതാൻ പറ്റാവുന്നതാണ്. Public participation. It is being realized increasingly that those whose environment will be affected by development proposals have to have a right to participate in decision making that may affect that environment. അതായത് ഒരു ലോക്കൽ ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു പ്രത്യേക പ്രൊജക്റ്റോ ഡെവലപ്മെൻറ്റോ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ലോക്കൽസിന് അല്ലെങ്കിൽ പബ്ലിക്കിന് അവർ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സോ Annex 1 to our common future recommends that state shall inform in a timely manner all persons likely to be significantly affected by a planned activity and to grant them equal access in administrative and judicial proceeding. Annex 1 അവർ നമ്മുടെ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്നതിൽ Annex 1 പറയുന്നത് ഈ പറയുന്ന സ്റ്റേറ്റ്, അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റ് ഒരു സ്ഥലത്ത് കൊണ്ടുവരാൻ പോകുന്നുണ്ടെങ്കിൽ അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ആളുകളെയും അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകണം നമ്മുടെ ഗവൺമെൻറ് എന്നാണ് Annex 1 to our common future പറയുന്നത്. അവർക്ക് ആ സ്ഥലത്ത് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് കാരണം എന്തെങ്കിലും രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ആളുകളും വ്യക്തമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അവർക്ക് ഏത് രീതിയിലുള്ള ഭരണഘടനാപരമായും ജുഡീഷ്യൽ പരമായിട്ടുള്ള, അതായത് കോടതിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാനും പ്രൊസീഡിങ്സിനൊക്കെയുള്ള ഗ്രാൻഡ് അവർക്ക് ഉണ്ടായിരിക്കണം. ഇതേപോലെ തന്നെ പ്രിൻസിപ്പൽ 10 ഓഫ് ദ റിയോ ഡിക്ലറേഷൻ ഇൻസിസ്റ്റ് ദാറ്റ്, ഇതൊക്കെ ഓരോരോ പുതിയ കാര്യങ്ങളാണ്. ഇത് ഇപ്പോൾ പറയുന്നത് ഇതാണ്.
ഓഫ് ദ റയോ ഡിക്ലറേഷൻ എന്താ പറയുന്നത്? എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് ആർ ബെസ്റ്റ് ഹാൻഡിൽ വിത്ത് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ കൺസേൺ സിറ്റിസൺസ് അറ്റ് ദ റിലവൻറ്റ് ലെവൽ. അതായത് ഒരു എൻവയൺമെൻറ്റൽ ഇഷ്യൂ ഒരു പെർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു പക്ഷേ ബാക്കിയുള്ള ഏതൊരു അതോറിറ്റീനേക്കാളും കൂടുതലായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക അവിടെയുള്ള ലോക്കൽസിനാണ്, അല്ലെങ്കിൽ അവിടെയുള്ള പബ്ലിക്കിനാണ്. വൈ ഇസ് ഇറ്റ് സോ? കാരണം അവർക്കായിരിക്കും പുറത്ത് വന്നിട്ടുള്ള ഒരു അതോറിറ്റി, ഒരു ഓഫീസറിനേക്കാളും ആ പെർട്ടിക്കുലർ ലൊക്കാലിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെ നടക്കാൻ സാധ്യതയുള്ള ഏതൊരു എഫക്റ്റിനെ കുറിച്ചും കൂടുതലായിട്ട് അറിയാൻ സാധ്യത ഉണ്ടാവുക. ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി വിത്ത് കൺസേൺ വിത്ത് ദ ലോക്കൽസ് അല്ലെങ്കിൽ പബ്ലിക്. അവിടെയുള്ളൊരു പബ്ലിക്കിനായിരിക്കും ഇത് കൂടുതലായിട്ട് അറിയുക. സോ ബെസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക ഒരു ലോക്കൽ സിറ്റിസൺ ആണെന്ന് പറഞ്ഞത് പ്രിൻസിപ്പൽ 10 ഓഫ് ദി റയോ ഡിക്ലറേഷൻ ആണ്. And despite the positive trends towards greater public participation in the EIA process and improved communication of EIA findings, both are still underdeveloped in many parts of the world. അതായത് നമുക്കറിയാം ഇങ്ങനത്തെ പോസിറ്റീവ് ട്രെൻഡ്സ് ആണ് ഈ പബ്ലിക് പാർട്ടിസിപ്പേഷന് ഉണ്ടാവുന്നതെങ്കിൽ പോലും ഒരു EIA പ്രോസസ്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ കേസിൽ ഇപ്പോഴും വേൾഡിലൊക്കെ അണ്ടർ ഡെവലപ്ഡാണ്. വേൾഡിലൊന്നും ഈ പബ്ലിക് പാർട്ടിസിപ്പേഷൻ അത് നന്നായിട്ട് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇത്രത്തോളം പബ്ലിക് പാർട്ടിസിപ്പേഷൻ അനുകൂലിക്കുന്ന നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടും ദേ ആർ നോട്ട് യൂസിങ് ഓർ സ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് യൂസിങ് ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ്. The approach to be taken for public involvement is worthy of a great deal of consideration at the scoping stage. നമ്മൾ ആ സ്കോപ്പിംഗ് പഠിച്ചുമ്പം നമ്മൾ ആ എൻവയൺമെൻറ്റൽ പ്രോസസ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് പഠിച്ചിരുന്ന ആ പ്രോസസ്സിൽ എൻവയൺമെൻറ്റൽ ക്ലിയറൻസിന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു ഫ്ലോ ഡയഗ്രാം ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡിലായിട്ട് പഠിച്ചില്ലേ? അവിടെ ആ സ്കോപ്പിംഗ് സ്റ്റേജിൽ തന്നെ ഈ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം. History shows that engineers are not very good at public involvement process and they tend to be resistant to them, but it is necessary to remember that public involvement is not public relations in the sense of selling the project. It is consultation with the public, and consultation means a genuine attempt to communicate information and to seek advice on the basis that the advice, if relevant, will be acted upon. Public involvement is an area of EIA reporting process that can be politically sensitive. So, what it says is, ഹിസ്റ്ററി പറയുന്നത്, ചരിത്രം പറയുന്നത് എൻജിനീയേഴ്സിന് ഒരു പക്ഷേ പബ്ലിക്കുമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റിന് ദേ ആർ നോട്ട് വെരി ഗുഡ്. നമ്മളെ പോലെയുള്ള എൻജിനീയേഴ്സിന് അത് മാത്രമല്ല, അവർ ഈ ആൾക്കാരുമായിട്ടുള്ള സംസാരവും ആൾക്കാരെ ഈ പറയുന്ന പ്രൊജക്റ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതൊക്കെ വല്ലാതെ കണ്ട് റെസിസ്റ്റ് ചെയ്യും. അവർക്കതത്ര ഇഷ്ടമല്ല. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പബ്ലിക് ഇൻവോൾവ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രൊജക്റ്റിനെ അവർക്ക് വിൽക്കുക അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഉണ്ടാക്കുക. ഇസ് നോട്ട് പബ്ലിക് റിലേഷൻ ഇൻ ദ സെൻസ് ഓഫ് സെല്ലിംഗ് ദ പ്രൊജക്റ്റ്. നമ്മൾ അവർക്ക് വിൽക്കുന്ന അങ്ങനെ ഒരു ചിന്തയും വരുത്തേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് കൺസൾട്ടേഷൻ വിത്ത് ദ പബ്ലിക്. കൺസൾട്ടേഷൻ ചെയ്യുക പബ്ലിക്കിന്. എന്താ ഈ കൺസൾട്ടേഷൻ എന്നൊക്കെ ഉദ്ദേശിക്കുമ്പം ഈ എൻജിനീയേഴ്സിനൊക്കെ ചില എന്താ പറയുക പല രീതിയിലുള്ള കോംപ്ലക്സുകൾ ഉയരാം. ദാറ്റ് ഈസ് എന്തിനാ ഇത്രയും പഠിച്ച ഞാൻ എന്തിനാ ഒരു സാധാരണക്കാരുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് കൺസൾട്ടേഷൻ മീൻസ് എ ജെനുവിൻ അറ്റംപ്റ്റ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ. അതായത് ആ പ്രദേശത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബെസ്റ്റ് ഇസ് ദ ലോക്കൽസ്, ഇസ് ദ പബ്ലിക്. സോ അവരുമായിട്ട് ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളത് മാത്രമാണ് കൺസൾട്ടേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് പബ്ലിക് ഇൻവോൾവ്മെൻറ്റ് ഇസ് ഡെഫിനറ്റ്ലി ആൻ ഏരിയ. EIA റിപ്പോർട്ടിംഗ് പ്രോസസ്സിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് പബ്ലിക് ഇൻവോൾവ്മെൻറ്റ്. ഓക്കെ. Certain interest, even project sponsors may seek to exercise control and influence on the process. പലവരും ഈ പറയുന്ന കാര്യം ഇഷ്ടമല്ലാത്തതുകൊണ്ട് കൺട്രോൾ ചെയ്യാനൊക്കെ ആവശ്യപ്പെടാറുണ്ട്. There will not be one public so far as a specific project is concerned. There may in fact be several publics as under. ഒരു പബ്ലിക്കും സ്പെസിഫിക് പ്രൊജക്റ്റിൽ there will not be one public so far as a specific project is concerned. ഒരു സ്പെസിഫിക് പ്രൊജക്റ്റ് നമ്മൾ കൺസേൺ ചെയ്താൽ ഒരു പെർട്ടിക്കുലർ പബ്ലിക് അതിനകത്ത് ഉണ്ടാവില്ല. ബട്ട് there may in fact be several publics as under. ഏതിനകത്തൊക്കെ വരാം? ജനറൽ കമ്മ്യൂണിറ്റിക്കകത്ത് വരാം, എക്സ്പേർട്സ് വിത്തിൻ ദ കമ്മ്യൂണിറ്റിക്ക് അകത്ത് വരാം, സയൻറ്റിഫിക് ഓർഗനൈസേഷൻസിൽ വരാം. ഓക്കെ, ഇവരൊക്കെ ഇതിനകത്തൊക്കെ പെടുന്ന ആൾക്കാരാണ് ഈ പബ്ലിക് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അവരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്, ഇൻഡിവിജ്വൽ സിറ്റിസൻസ് ആണ്.
പ്രൊജക്റ്റുമായിട്ട് എഫക്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കാം. സോ ഇവർ നമ്മളൊരു ഒറ്റ ഒരു സ്പെസിഫിക് പ്രൊജക്റ്റിനെ കൺസേൺ ചെയ്യുമ്പോൾ ഒരു പബ്ലിക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യരുത്. ദേ ആർ അല്ലെങ്കിൽ ദേ മേ ബി ഇൻക്ലൂഡഡ് ഇൻ ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് വർക്ക്സ്. ഓക്കെ, സോ ഇതോടെ നമ്മുടെ 4th മൊഡ്യൂളും കഴിഞ്ഞിരിക്കുകയാണ്. ഐ മീൻ 5th മൊഡ്യൂൾ കഴിഞ്ഞു. സോ ഈ 5th മൊഡ്യൂളിനകത്ത് എന്നല്ല, ഏത് മൊഡ്യൂളിലായാലും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാമെങ്കിൽ കുറച്ചൊക്കെ ഇലാബറേറ്റ് ചെയ്ത് ഐ മീൻ ജസ്റ്റ് തള്ളാനെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം ദിസ് ഈസ് സച്ച് ആൻ ഈസി സബ്ജക്റ്റ്. നിങ്ങൾക്ക് എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരാളും ഈ സബ്ജക്റ്റിൽ ഇതുവരെ തോറ്റിട്ടുമില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് വായിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ മൊഡ്യൂളും നല്ല, ഈ മൊത്തം സബ്ജക്റ്റിൻ്റെ കേസ് ഇതാണ്. സോ സ്റ്റാർട്ട് റീഡിങ് നൗ ഇറ്റ്സെൽഫ്. നിങ്ങളുടെ എക്സാം എത്രയും പെട്ടെന്ന് നടക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് നന്നായിട്ട് പഠിക്കുക, വായിക്കുക. ഓക്കെ, സോ താങ്ക് യു.